അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 4 ദിവസത്തെ ഗൾഫ് പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം മുതൽ ചൈനയുമായുള്ള വ്യാപാര യുദ്ധം വരെ സന്ദർശനത്തിൽ ചർച്ചാ വിഷയമാകും. സൗദി അറേബ്യ, ഖത്തർ, UAE എന്നീ രാജ്യങ്ങളിലാണ് ട്രംപ് സന്ദർശിക്കുക. ദുബായിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുരേഷ്, 4 ദിവസത്തെ പര്യടനമാണ്. ഡൊണാൾഡ് ട്രംപ് നാളെ എത്തുന്നതായിരിക്കും. ഇന്ത്യ പാകിസ്ഥാൻ വിഷയം, താരിഫ് വിഷയം ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ ചർച്ചയാകും. എന്താണ് അറിയുന്നത്? പൂജ, ഇത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഒരു അമേരിക്കൻ പ്രസിഡന്റ് 4 ദിവസം ഗൾഫ് രാജ്യങ്ങളിൽ ചെലവിടുന്നത് അപൂർവമാണ്. ഇതിൽ 2 ദിവസവും അദ്ദേഹം ചെലവിടുന്നത് സൗദി അറേബ്യയിലാണ്. സൗദി അറേബ്യൻ തലസ്ഥാനമായിട്ടുള്ള റിയാദിലാണ്. അത് തന്നെയാണ് ഈ സന്ദർശനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മാത്രമല്ല, രണ്ടാമതായി അധികാരത്തിൽ എത്തിയതിനു ശേഷം ആദ്യമായി മിഡിൽ ഈസ്റ്റ് സന്ദർശനം നടത്തുകയാണ് അമേരിക്കൻ പ്രസിഡന്റ്. അമേരിക്കൻ പ്രസിഡന്റിന്റെ 2 മക്കൾക്ക്, ഒരാൾക്ക് ഖത്തറിലും മറ്റൊരാൾക്ക് UAE-ലുമായി ബിസിനസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളും ബിസിനസ് താല്പര്യങ്ങൾ മുതൽ പേർഷ്യൻ ഗൾഫിന്റെ പേര് മാറ്റണം എന്നത് അടക്കമുള്ള നീണ്ട വിഷയങ്ങളാണ് 4 ദിവസത്തെ സന്ദർശനത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ മുന്നിലുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം, നേരത്തെ നമുക്കൊക്കെ വലിയ പ്രതീക്ഷയുള്ളതും നമ്മൾ കാത്തിരിക്കുന്നതും, നേരത്തെ പൂജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം, അതിൽ അയവ് വരുത്താൻ വേണ്ടി ട്രംപ് ഇടപെട്ടിരുന്നു എന്നുള്ള അദ്ദേഹത്തിന്റെ അവകാശവാദം, അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ, അതൊക്കെ റിയാദിൽ നടക്കുമെന്നുള്ളതാണ് പ്രതീക്ഷ. മാത്രമല്ല, റിയാദിൽ 2 ദിവസത്തെ സന്ദർശനത്തിൽ അദ്ദേഹം പ്രധാനമായും GCC ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. നിക്ഷേപം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതാണ്ട് 1 ട്രില്യൺ, ഏതാണ്ട് 1 ലക്ഷം കോടി ഡോളറിന്റെ നിക്ഷേപം അവിടെ നടത്തുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിലുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു തീരുമാനവും പ്രഖ്യാപനവും ഒക്കെ ഈ സന്ദർശനത്തിൽ ഉണ്ടാകും. 2 ദിവസത്തെ സൗദി സന്ദർശനത്തിന് ശേഷമാണ് അദ്ദേഹം ഖത്തറിലെത്തുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും അതോടൊപ്പം തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ നിക്ഷേപവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ് ഖത്തറിൽ ചർച്ചാ വിഷയമാകുന്നത്. അവസാന ദിവസമാണ് UAE-യിൽ എത്തുന്നത്. ഇവിടെ ക്രിപ്റ്റോ കറൻസിയാണ് അദ്ദേഹത്തിന്റെ മകൻ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വ്യവസായ മേഖല എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളൊക്കെ തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. അതുകൂടാതെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ചൈനയുമായിട്ടുള്ള ഒരു വ്യാപാര യുദ്ധം അമേരിക്ക നടക്കുന്നത് കൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങൾ കൂടുതലായി അമേരിക്കയിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരണം. അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ തന്നെ ഉണ്ടാകും. ഇങ്ങനെ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് ട്രംപിന്റെ 4 ദിവസത്തെ സന്ദർശനത്തിൽ ഉണ്ടാകുന്നത്.